കർത്താവിൻ്റെ അതിവിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്തുമതത്തിലെ അനാചാരങ്ങൾ എന്നുള്ള ആ തലക്കെട്ടിൽ കുർബാന എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നാം ചിന്തിച്ചത്. വീണ്ടും നമ്മൾ ദൈവവചനം സംബന്ധിച്ച് ചിന്തിക്കുവാൻ കൂടി വന്നിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ ദിവസം ചിന്തിച്ച കുർബാന എന്നുള്ള വിഷയം, അതിനോടനുബന്ധിച്ച് അല്പകാര്യങ്ങളും കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുണ്ട്. അതോടൊപ്പം പൗരോഹിത്യം എന്നുള്ള വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അടുത്തായി നാം ചിന്തിക്കുന്ന വിഷയം പൗരോഹിത്യം, അത് എന്തുമാത്രം വേദാനുസരണമാണ് എന്നുള്ള ഒരു വിഷയം നമ്മൾ ചിന്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആദ്യമേ ഞാൻ ഈ കുർബാനയെക്കുറിച്ച് തന്നെ അല്പകാര്യങ്ങൾ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടും ഞാൻ നിങ്ങൾ പറയുന്നു, ദൈവത്തിൻ്റെ വചനം, സത്യവചനം, അത് നിങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കുവാൻ തക്കവണ്ണം അത് സാധിക്കണം. ഇന്ന് നാം എല്ലാവരും ഈ പൗരോഹിത്യ ആധിപത്യത്തിന് കീഴിൽ അന്ധരാക്കപ്പെട്ടവരാണ്. ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ ഒരിക്കലും, ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുവാൻ യാതൊരു അർഹതയുമില്ലാത്ത ഒരു ജനവിഭാഗമാണ് നമ്മളെന്ന് പറയുവാൻ എനിക്ക് ദുഃഖമുണ്ട്. കാരണം ഇതിനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായും അവൻ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിൽ കൂടെ അത് ആയിരിക്കണം അവൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾക്കോ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സാക്ഷ്യങ്ങൾക്കോ യാതൊരു വിധത്തിലും ഉള്ള സ്ഥാനവും കൽപ്പിക്കാതെ അവർ രൂപപ്പെടുത്തിയിരിക്കുന്ന ആചാരങ്ങൾക്കും അവരുടെ കർമ്മങ്ങൾക്കും മനുഷ്യനെ വിധേയരാക്കിക്കൊണ്ട് അവർ ജീവനുള്ള ദൈവത്തിൽ നിന്നും ദൂരെ സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ ആരാധനാലയങ്ങളിൽ, പള്ളികളിലൊക്കെ നടത്തുന്ന കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ജീവിത വിശുദ്ധി വന്ന് നമ്മൾ നിത്യജീവനെ പ്രാപിക്കാൻ നമുക്ക് ധാരാളം മതി എന്ന് ചിന്തിക്കുന്നവരാണ്. അതല്ല പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെയുള്ള ഒരു കർമ്മമാർഗങ്ങളിൽ കൂടെയുമല്ല നമ്മൾ വളരെ ക്രിസ്തു നമ്മൾ പറഞ്ഞു, വളരെ എൻ്റെ നുകം, എൻ്റെ ചുമട് ലഘുവാണ്, എൻ്റെ നുകം മൃദുവാണ്. അങ്ങനെ യാതൊരു കർമ്മമാർഗങ്ങളുടെയും ഭാരമില്ലാതെ നിന്റെ ഹൃദയം എനിക്ക് തരിക, ആ ഒരു ഒരൊറ്റ ആവശ്യമാണ്. നാം യേശുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക. ഇതുവഴിയാണ് നമുക്ക് ജീവന്റെ ആ വഴിയിലെത്താൻ സാധിക്കുക എന്നുള്ള വലിയ സത്യം മറച്ചു വെച്ചുകൊണ്ട് അവരിൽ വിവിധങ്ങളായിരിക്കുന്ന ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങൾ കൂടെ പുതിയ മനുഷ്യരിൽ നിന്നും പണം പിടിക്കാനുള്ള എന്താണ് മാർഗമെന്ന് കണ്ടെത്തിക്കൊണ്ട് പുതിയ ആചാരങ്ങൾ കൊണ്ടുവരുന്ന സഭയെ നാം കാണുന്നത്. ഓരോ ആചാരങ്ങൾക്കും വളരെ ഫീസ് ചുമത്തിക്കൊണ്ട് അത് പുരോഹിതന്മാരുടെയും പള്ളികളുടെയും ഒക്കെ വരുമാന മാർഗമാക്കിക്കൊണ്ട് മനുഷ്യനെ അടിമകളാക്കുന്ന ഈ ഒരു സ്വഭാവം, അതിനെതിരെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുർബാന എന്നുള്ള വിഷയം അത് അങ്ങേയറ്റം തികച്ചും പറഞ്ഞേ പറ്റൂ. കാരണം അത് ഒരു ക്രിസ്ത്യാനി ആചരിക്കുമ്പോൾ അത് വിശുദ്ധമല്ല, അത് പാപമാണ് എന്നുള്ള വസ്തു. കാരണം അത് നാം വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായി തീരുകയാണ്. ഒരിക്കലായി നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് യാഗമായി തീർന്ന, നമ്മുടെ പാപങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയ ക്രിസ്തുവിൻ്റെ ആ ഈ വലിയ യാഗത്തെ, അതിനെ നിരുപയോഗമാക്കി തീർക്കുന്ന ഒന്നായി കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ആ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ ചില സഹോദരങ്ങൾ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളും അതിനോടനുബന്ധമായി അതിന് സഹായകമായി ഒരു പുരോഹിതൻ നടത്തുന്ന കുർബാനയെക്കുറിച്ചുള്ള പുരോഹിതന്റെ അഭിപ്രായവും എനിക്ക് അയച്ചു തന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയുന്നത്. അവിടെ ആ പുരോഹിതൻ പറയുന്നത്, ഒരു കത്തോലിക്ക പുരോഹിതനാണ്. അദ്ദേഹം പറയുന്നത്, ക്രിസ്തു കാൽവറിയിൽ മരിച്ച ബലി, ആ യാഗം, അത് ഒരു രക്തബലിയാണ്. ഒരിക്കലും നമുക്ക് അത് ആവർത്തിക്കാൻ സാധിക്കില്ല, അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പിന്നെ എന്താണ് കുർബാന ആയിട്ട് അർപ്പിക്കുന്നത്? ക്രിസ്തു പെസഹായുടെ ദിവസം ക്രിസ്തു
നീസാൻ മാസം 14-ാം തീയതി വൈകിട്ട് അവൻ ശിഷ്യന്മാരുമൊത്ത് സെഹിയോൻ മാളിക മുകളിൽ ആചരിച്ച ഒരു പെസഹയുണ്ട്. നമുക്കറിയാം, ഇസ്രയേലിൽ നിന്നും വിടുവിക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ്. അത് ഇസ്രയേലിനോട് വളരെ കൃത്യമായി എല്ലാ വർഷങ്ങളിലും നീസാൻ മാസം 14-ാം തീയതി ആ ആ ആ പെസഹ ആചരിക്കണം. അത് യഹോവയുടെ പെസഹയാണ് എന്ന് അവരെ നിർബന്ധമായും അവരോ ഏൽപ്പിച്ചിരുന്ന ഒരു കർമ്മമായി ഇസ്രയേലിനെ. ഇപ്പൊ ക്രിസ്തുവും ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ ഈ പെസഹയുടെ ഓർമ്മ കൊണ്ടാടേണ്ടത് അവനും ബാധകം, ആവശ്യമാണ്. അങ്ങനെ അവൻ ആ പെസഹ കഴിക്കുക. അപ്പൊ അതെന്താ? അത് മിസ്രയീമിൽ നിന്നും ഇസ്രയേൽ വിടുവിക്കപ്പെട്ടതിന്റെ ഒരു ഓർമ്മയാണ്. അവിടെ ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ പെസഹ കുഞ്ഞാട് കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അപ്പൊ നിഴലിലെ ആ പെസഹ കുഞ്ഞാട് പൊരുളെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം നോക്കുക, നീസാൻ മാസം 14-ാം തീയതിയാണ് ഇസ്രയേൽ വിടുവിക്കപ്പെടുന്നത്. ഈ പെസഹ അവിടെ മിസ്രയീമിൽ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം അവർ ഇസ്രയേലിൽ വസിക്കുന്ന ഭവനങ്ങളുടെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും ആ രക്തം പുരട്ടി. അങ്ങനെ അവരൊരു സംഹാര ദൂതന്റെ ആ സാന്നിധ്യത്തിൽ നിന്നും അവർ വിടുതൽ പ്രാപിക്കുന്ന, അതാണ് പെസഹ. അങ്ങനെ ആ രക്തം കണ്ട സംഹാരദൂതൻ മിസ്രയീമിൽ സഞ്ചരിക്കുമ്പോൾ ഏത് വാതിലിന്മേൽ രക്തം കാണുന്നു ആ ഭവനത്തിൽ പ്രവേശിക്കാതെ അവൻ കടന്നു പോകും. അതിനെയാണ് പാസ് ഓവർ എന്ന് പറയുന്നത്, കടന്നുപോക്ക്. ഇതിന്റെ ഓർമ്മയാണ് ഇസ്രയേൽ എല്ലാ വർഷങ്ങളിലും കൃത്യമായി നീസാൻ മാസം 2-ാം തീയതി 14-ാം തീയതി ആചരിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ ഓർമ്മയാ ക്രിസ്തുവും. എന്നാൽ അത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ നിഴലാണ്. അപ്പൊ ക്രിസ്തു പെസഹ ആചരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുക, ഇനി നിങ്ങൾ ആചരിക്കേണ്ടത് ഈ പെസഹ അല്ല, അല്ലെങ്കിൽ ഈ പെസഹയുടെ ഓർമ്മയല്ല, മിസ്രയീമിൽ നിന്നും ഇസ്രയേൽ വിടുവിക്കപ്പെട്ടു പോകുന്നതിന്റെ ഓർമ്മയല്ല നിങ്ങൾ ഇനി ആചരിക്കേണ്ടത്. പിന്നെയോ അതിന്റെ പൊരുളായിരിക്കുന്ന ആ ദൈവത്തിന്റെ കുഞ്ഞാട്, ആ കുഞ്ഞാട് ഞാനാണ്. എന്റെ ക്രൂശീകരണം, ഞാൻ യാഗമായി തീരാൻ പോവുകയാണ്. അപ്പൊ എന്റെ മരണത്തിന്റെ ഓർമ്മയാണ് നിങ്ങൾ ഇത് ഇനി ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. പിന്നെ അവൻ പാനപാത്രവും കൊടുത്തു, ഇത് എന്റെ രക്തമാണ്, പുതിയ നിയമത്തിൽ എന്റെ രക്തമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞ വ്യക്തി പറയുന്നത്, ഈ പുരോഹിതൻ പറയുന്നത്, ഇന്ന് കുർബാനയായിട്ട് ആചരിക്കുന്നത് ഈ ക്രിസ്തു നുറുക്കിക്കൊടുത്ത അപ്പത്തിന്റെയും പകർന്നു കൊടുത്ത വീഞ്ഞിന്റെയും ഒരു ഓർമ്മയാണ്. അതാണ് ബലി ആയിട്ട് ആചരിക്കുന്നതെന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ക്രിസ്തു നടത്തിയത് യഥാർത്ഥമായും നീസാൻ മാസം ഇത് നടക്കുന്നത് സന്ധ്യാസമയത്താണ്. പിറ്റേന്ന് പകൽ സമയം അവൻ ക്രൂശിക്കപ്പെടുകയാണ്. അത് ക്രിസ്തുവിന്റെ രക്തബലിയാണെന്ന് അത് ആചരിക്കാൻ ആവശ്യമില്ല, അത് ആചരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇത് ബലിയായിട്ട് ആചരിക്കണം. ക്രിസ്തു എന്താണ് പറഞ്ഞത്? ഇത് ബലിയായിട്ട് ആചരിക്കാനാണോ ക്രിസ്തു പറഞ്ഞത്? ഒരിക്കലുമല്ല. ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടാനാ പറഞ്ഞത്. ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുക എന്ന് പറഞ്ഞ ആ വസ്തു എങ്ങനെ ബലിയായി തീരും? മറ്റൊന്ന്, ഇത് ബലിയായിട്ട് ആണ് ആചരിക്കുന്നതെങ്കിൽ അത് അവിടെ ഈ പുരോഹിതൻ, കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുന്നത് എന്താ? പുരോഹിതൻ ഈ വീഞ്ഞുകൾ എടുത്ത് വാഴ്ത്തി പുരോഹിതൻ ഒരു സുറിയാനി വാക്ക് ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ലത്തീൻ പദം ഉരുവിടുമ്പോൾ ഈ വീഞ്ഞുകൾ ക്രിസ്തുവിന്റെ രക്തവും ശരീരവുമായി വസ്തുമാറ്റം സംഭവിക്കുന്നു എന്നല്ലേ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് രക്തബലിയല്ലേ? നമ്മളൊന്ന് ആലോചിക്കുക. അപ്പൊ ഈ വർഷങ്ങളോളം തിയോളജിക്കൽ സെമിനാരികൾ പഠിച്ച പുരോഹിതൻ എന്താ ഇത് പറയുന്നത്? ഒന്നിൽ കത്തോലിക്ക സഭ പറയുന്ന കുർബാന തെറ്റാണെന്ന് ഈ പുരോഹിതൻ സമ്മതിക്കണം, ഇല്ലെങ്കിൽ തങ്ങൾ ആചരിക്കുന്ന ഈ ബലി, അപ്പൊ ഇത് മനുഷ്യനെ പുരോഹിതന്മാർ കബളിപ്പിക്കുകയല്ലേ? ഇത് ഞങ്ങൾ ചൊല്ലുന്ന സുറിയാനി പദം കൊണ്ട് ഈ അപ്പം ശരീരമായി മാറുന്നു, ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നു, ഈ പാനപാത്രം അവന്റെ രക്തമായി വസ്തുമാറ്റം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ഈ വിശ്വാസികളുടെ നാവിലേക്ക് ഇത് പകർന്നു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരു സാധാരണ അപ്പവും സാധാരണ വീഞ്ഞും മാത്രമായിരിക്കുന്നുവെങ്കിൽ പുരോഹിതൻ നിങ്ങളെ കബളിപ്പിക്കുകയല്ലേ? നിങ്ങൾ ആലോചിക്കുക. ഇനി അതെങ്ങനെ ബലിയാകും? ബലി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ യാഗം, അത് രക്തമില്ലാതെ ഒരു ബലിയില്ല. അതാണ് നാം മനസ്സിലാക്കുന്നത്.
രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. അപ്പൊ ഇത് രക്തബലി, ഈ അർപ്പിക്കുന്നത് ബലിയിൽ രക്തമല്ല, അത് കേവലം വീഞ്ഞു മാത്രമാണ് എങ്കിൽ അതിന് ബലിയുടെ യാതൊരു അർത്ഥവുമില്ല പ്രിയമുള്ളവരെ. അതെങ്ങനെ നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കും? ഇനി മറ്റൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു തന്നെയാ. ക്രിസ്തു അന്ന് നീസാൻ മാസം പകൽ 3 മണിക്ക് അവൻ ക്രൂശിക്കപ്പെടുകയാണ്. അവൻ അവിടെ നടത്തുന്ന ബലിയാണ്, ആ ക്രൂശീകരണം എന്ന ബലിയാണ് മനുഷ്യന്റെ സകല ലോകത്തിന്റെയും പാപത്തിന് പരിഹാരമായി തീരുന്നത്. മറ്റൊരു ബലിയുടെയും ആവശ്യമില്ല. അത് അറിയാവുന്ന ക്രിസ്തു എന്നാൽ ഇതൊരു ബലിയായി നിങ്ങൾ ആചരിച്ചോ, നിങ്ങളുടെ പാപമോചനത്തിന് ഒരു ബലിയായി നിങ്ങൾ ഇത് ആചരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ ഒരിക്കലും ഇപ്രകാരം ഒരു ബലിയല്ല അത്. അപ്പൊ ഈ പുരോഹിതൻ നിങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നുള്ളത് ദുഃഖപൂർവ്വം സങ്കടത്തോടു കൂടിയാ പറയാനുള്ളത്. മറ്റൊന്ന്, ആ പുരോഹിതൻ നടത്തിയ മറ്റൊരു ആ വീഡിയോ എനിക്ക് കിട്ടിയിരുന്നു. മറ്റു വലിയ വസ്തുത എന്താണെന്നറിയോ? ആ പുരോഹിതൻ വിശ്വാസികളോട് ഒരു മുമ്പിൽ പറയുക, ഞങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു അപവാദമുണ്ട്. പല പുരോഹിതന്മാരും അവിഹിത ബന്ധത്തിന് പിടിക്കപ്പെടുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വിവാഹം കഴിച്ചുകൂടെയെങ്കിൽ എന്തിനാണ് നിങ്ങൾ അവിവാഹിതരായി നടക്കുകയും ഇങ്ങനെ അവിഹിതത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു പലരും. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആത്മാർത്ഥമായി ഉത്തരം പറയണം. എന്താ? വിവാഹിതരായിരിക്കുന്നവർ ഇങ്ങനെയുള്ള അവിഹിതത്തിൽ കൂടെ പോകുന്നില്ലേ എന്ന്. അപ്പൊ അപ്പൊ ഇത് വലിയൊരു ലൈസൻസ് ചോദിക്കുക. പുരോഹിതന്മാർക്കും അവിഹിത മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ലൈസൻസ് വിശ്വാസികൾ നൽകണമെന്ന് പറയുക. വിവാഹിതർ പോകുന്നില്ലേ അവിഹിത ബന്ധത്തിൽ കൂടെ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് എന്താ അതിന്റെ വ്യത്യാസം? അപ്പൊ ഞങ്ങൾക്ക് അതില്ലാതെയും ഇങ്ങനെ പോകാമെന്നാ പുരോഹിതൻ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു പുരോഹിതൻ ഈ വേഷം ഇടുമ്പോൾ അവരെ സംബന്ധിച്ച് എന്താ? അവരൊരു സമൂഹത്തിന് മാതൃകയായിരിക്കേണ്ടവരാ. അവർ ഒരു മാതൃകയായി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടവരാ. അവരിങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ അതിന് ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്രകാരമുള്ള തെറ്റുകളിലേക്ക് കടന്നു പോകുമ്പോൾ അതിനുള്ള ലൈസൻസ് വിശ്വാസികളിൽ നിന്നും ആവശ്യപ്പെടുന്ന പുരോഹിതത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, വീണ്ടും ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. മറ്റൊന്ന്, ഈ കുർബാനയുടെ നമ്മൾ പറഞ്ഞു, ഈ കുർബാന എന്നുള്ളത് തീർച്ചയായും ഇന്ന് വിശുദ്ധമെന്ന് നിങ്ങൾ വിളിക്കുകയും അല്ലെങ്കിൽ സഭ വിളിക്കുകയും വിശ്വാസികൾ ആചരിക്കുകയും ചെയ്യുന്ന ഈ കുർബാനയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ നമ്മുടെ സമകാലീന സംഭവങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നത് എന്താ? നമ്മൾ എറണാകുളം അതിരൂപതയിലെ അനുഭവങ്ങളും നോക്കുക. അവിടെ പുരോഹിതന്മാർ ചേരി തിരിഞ്ഞ് കഴിഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടു, മധുബഹയിൽ പ്രവേശിക്കുന്ന ഒരു പുരോഹിതനെ വിശ്വാസികൾ എടുത്ത് താഴേക്ക് എറിയുന്ന ഒരു ഫോട്ടോയാ കാണുന്നത്. അവിടെ അവർ തിരുവോസ്തിയും എല്ലാം എടുത്ത് എറിയുകയാണ്. വിശുദ്ധമെന്ന് അവർ ഇത്ര കാലം വിശ്വസിച്ചിരുന്ന ഈ കുർബാനയെ ഇപ്രകാരം അവർ കാൽ കീഴിട്ട് ചവിട്ടിക്കളയുവാൻ, ആ കുർബാനയുടെ പേരിൽ ഇന്ന് സഭ രണ്ടായി തീരുവാൻ, സിനഡല്ല, മാർപ്പാപ്പയല്ല, ആര് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കുകയില്ല. അപ്പോൾ മാർപ്പാപ്പായുടെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുവാൻ തക്കവണ്ണം കുർബാനയുടെ അനുഭവം മാറിക്കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ കുർബാന എന്ന് പറയുന്നത് അത് അപ്രകാരം സംഭവിച്ചേ സാധിക്കുകയുള്ളൂ. ഇത് ദൈവവചനങ്ങൾക്കും ക്രിസ്തുവിന്റെ വചനങ്ങൾക്കും അങ്ങേയറ്റം വിരുദ്ധമാണ്. അതുകൊണ്ട് ഇത് തകർന്നേ പറ്റുള്ളൂ. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ആചാരങ്ങളും ഈ പൗരോഹിത്യവും ഒക്കെ നമ്മുടെ ഇടയിൽ നിന്നും മാറ്റപ്പെടും പ്രിയമുള്ളവരെ, യാതൊരു സംശയവുമില്ല. അപ്പൊ ഇന്ന് ഏറെ നമുക്ക് ദുഃഖത്തോടുകൂടി പറയാൻ പറ്റുള്ളൂ. കാരണം ക്രൈസ്തവ സമൂഹങ്ങൾ രണ്ടായി നിന്നുകൊണ്ട് അവിടെ പുരോഹിതന്മാരെയൊക്കെ അവരെ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട്, അപ്പൊ ഇവർ കൊടുക്കുന്ന പൗരോഹിത്യത്തിന് എന്തർത്ഥമുണ്ട്? ആ പുരോഹിതന്മാർ നൽകുന്ന കുർബാനയ്ക്ക് കാര്യം എന്താ? അത് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആ കുർബാന ചൊല്ലണമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ക്രിസ്തു ഇത് കൊടുത്തത് അതൊരു കുർബാനയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ബലിയാണെങ്കിൽ ക്രിസ്തു എങ്ങനെയാ കൊടുത്തത്? ക്രിസ്തു കൊടുത്തത് 12 ശിഷ്യന്മാരെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന അവര് ഈ പെസഹ ആചരിക്കുന്നത്.
അപ്പൊ ഇവിടെ ചോദ്യം അതല്ല, പുരോഹിതൻ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. ക്രിസ്തു കൊടുത്തത് ഏതെങ്കിലും മധുബഹയുടെ ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണോ? സെഹിയോൻ മാളികയിലാണ് ഇത് അർപ്പിക്കുന്നത്. അവിടെ എന്ത് മധുബഹയുണ്ട്? ക്രിസ്തു അണിഞ്ഞിരിക്കുന്ന വസ്ത്രം എന്താണ്? ഇന്ന് മറ്റൊരു പുരോഹിതന്റെ എന്റെ അഭിപ്രായം ഞാൻ കേട്ടു. എന്താ ആ പുരോഹിതൻ പറയുന്നു, ഈ കുർബാന അർപ്പിക്കുമ്പോൾ പുരോഹിതൻ ധരിക്കേണ്ട കുറെ വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങൾ കാണിക്കുന്ന ഓരോ അർത്ഥങ്ങളുണ്ട്. നോക്കുക, ക്രിസ്തു കൊടുത്ത ഏത് വസ്ത്രം, ഏത് വസ്ത്രം ധരിച്ചിട്ടാ ക്രിസ്തു ഈ അപ്പവീഞ്ഞുകൾ ശിഷ്യന്മാരെ തന്റെ ഓർമ്മയ്ക്കായി ഏൽപ്പിച്ചത്? ഏത് വസ്ത്രം ധരിച്ചിട്ടാ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ പുരോഹിതന്മാർ ഇത് സഭ ഉണ്ടാക്കി വെക്കുന്ന ചട്ടക്കൂടുകളാണ്, അല്ലാതെ ഒരിക്കലും വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്ന അനുശാസിക്കുന്ന ഒരു വിശ്വാസ മാർഗമല്ല എന്നുള്ള വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്ക് നിങ്ങളുടെ ആ ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് ഇനി അടുത്തതായി ഈ പൗരോഹിത്യത്തെ കുറിച്ച്, ആ പൗരോഹിത്യം എന്തുമാത്രം വേദാനുസരണമാണ് എന്നുള്ള ആ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിനാദ്യമേ നാം ചിന്തിക്കുക. എനിക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം, ഇവർ അനുശാസിക്കുന്ന പൗരോഹിത്യം ഏത് പൗരോഹിത്യമാണ്? ഇവിടെ അത് പഴയ നിയമത്തിൽ നമുക്കൊരു പൗരോഹിത്യം കാണാൻ സാധിക്കും. അതിന് ലേവ്യ പൗരോഹിത്യം എന്നാ പറയുന്നത്. ആ പൗരോഹിത്യം അത് അഹരോൻ, ലേവ്യ കുടുംബത്തിൽ ഇസ്രായേലിൽ 12 ഗോത്രങ്ങളാണുള്ളത്. അതിൽ ലേവി ഗോത്രത്തെ ദൈവം ഒരു പൗരോഹിത്യ ഗോത്രമായി മാറ്റിവെച്ചു. അവർക്ക് ഈ ഭൂമിയിൽ യാതൊരു അവകാശവുമില്ലായിരുന്നു. അവരുടെ വേല എന്ന് പറയുന്നത് ആ സമാഗമന കൂടാരത്തിന്റെ അതിന്റെ ശുശ്രൂഷകൾ മാത്രമായിരുന്നു. അവിടെ അഹരോന്റെ ഭവനത്തെ ദൈവം അവിടെ വേർതിരിച്ചു. അഹരോനെ ഒരു മഹാപുരോഹിതനായി ദൈവം അവരോധിച്ചു. ആ പുരോഹിതൻ ആ ലേവ്യ പൗരോഹിത്യം അതിങ്ങനെ മാറിക്കൊണ്ടിരുന്നു. മാറാൻ കാരണം എന്താ? അത് മരണം വഴിയാ മാറുന്നത്. ഒരു പുരോഹിതൻ മരിച്ചു കഴിയുമ്പോൾ മറ്റൊരു പുരോഹിതൻ അവിടെ അധികാരത്തിൽ വരികയാണ്. നാം എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ലേവ്യ പൗരോഹിത്യത്തിന് കീഴിൽ പുരോഹിതന്മാർ മാറി മാറി വന്നുകൊണ്ട് എന്തുകൊണ്ടാണ്? ഒരു പുരോഹിതൻ കുറെ കാലം കഴിയുമ്പോൾ മരിക്കുന്നു. ആ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തി പുരോഹിതനായി വരികയാണ്. അത് ഈ അഹരോന്യ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. നമ്മളത് മനസ്സിലാക്കുക. അപ്പോൾ അതിന്റെ പൊരുളെന്ന് പറഞ്ഞ് ക്രിസ്തു എന്ന മഹാപുരോഹിതനിലേക്ക് അതുകൊണ്ട് എത്തിക്കുന്നു. അതിലേക്ക് വരാം. അപ്പോൾ നാം ചിന്തിക്കുന്നത് ഏത് പൗരോഹിത്യമാണ് ഇന്നത്തെ ഈ പൗരോഹിത്യ സഭകൾ അനുകരിക്കുന്നത്? ഈ ലേവ്യ പൗരോഹിത്യമാണോ അതോ ഇനി ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണോ? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് എങ്ങനെയാ? അപ്പൊ ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണെങ്കിൽ അതും ഞാൻ കേട്ടു, ചില പുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. നമ്മൾ നമ്മൾ കഴുതപ്പുറത്ത് കയറി വന്ന ഒരു ക്രിസ്തു എന്ന രാജാവിന്റെ അനുയായികളായിരിക്കുന്ന പുരോഹിതന്മാരാണ്. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ആ പുരോഹിതന്റെ, യേശുവിന്റെ അനുയായികളായിരിക്കുന്ന പുരോഹിതന്മാരാണ്. നാം നോക്കുക, ക്രിസ്തു ഏതെങ്കിലും വ്യക്തികളെ ഇങ്ങനെ പുരോഹിതന്മാരായി നിയമിച്ചിട്ടുണ്ടോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഇവർ ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ് പിന്തുടരുന്നതെങ്കിൽ അതിന് വലിയ കുഴപ്പങ്ങളുണ്ട്. കാരണം ക്രിസ്തു എങ്ങനെയുള്ളവനാ എന്നാ നാം കാണുന്നത്? ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുന്നത് ഈ എബ്രായ ലേഖനം തന്നെ അതിന്റെ 23 വാക്യങ്ങൾ പറയാ: ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ
അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. വീണ്ടും പറയാ, അതിന്റെ 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത്, അത് 7-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പറയാം, അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു അനുതപിക്കുകയുമില്ല. അപ്പൊ ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് അവൻ എന്നേക്കും പുരോഹിതനാണ്. അവൻ ലേവ്യ പൗരോഹിത്യ പ്രകാരം പുരോഹിതനായവനല്ല. ക്രിസ്തുവിന്റെ പൗരോഹിത്യം പറഞ്ഞു അവൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായി തീർന്നിരിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞ അപ്പൊ ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എന്നേക്കും ജീവിക്കുന്നവനായിരിക്കുന്നു. അപ്പോൾ പിന്നെ മറ്റൊരു പുരോഹിതന് അവിടെ എന്ത് സ്ഥാനമാ ഉള്ളത്? മറ്റൊരു വ്യക്തിക്ക് ക്രിസ്തുവിന് പകരമായ ഒരു പുരോഹിതനാകാൻ എങ്ങനെ സാധിക്കും? അപ്പൊ ഇവര് മനഃപൂർവ്വം നാം നോക്കുക, ഇവര് കൃത്യമായി ക്രിസ്തുവിന്റെ വചനത്തെ പുറംകാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് ക്രിസ്തുവിനെ ആ പൗരോഹിത്യത്തിൽ നിന്നും വലിച്ചു താഴെയിടാൻ ശ്രമിച്ചുകൊണ്ട് അവർ ആ പുരോഹിതന്മാരായി വാഴാൻ ശ്രമിക്കുന്നവരാ. അപ്പൊ അഹരോന്യ പൗരോഹിത്യം ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ഒരു നിഴലായിരുന്നു. ആ പൗരോഹിത്യം അവിടെ തീർന്നുപോയി. എന്നാൽ ക്രിസ്തു എന്ന ആ മഹാപുരോഹിതൻ നമുക്ക് കാണാൻ സാധിക്കും. എന്താ 8-ാം അധ്യായം എബ്രായ ലേഖനം, നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അപ്പൊ ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. അപ്പൊ പുരോഹിതന്റെ ആവശ്യം എന്താ? പുരോഹിതന്റെ ആവശ്യം യാഗങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാ. യാഗങ്ങൾ അർപ്പിക്കുന്നില്ല എങ്കിൽ പുരോഹിതന്റെ ആവശ്യമില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇനി ക്രിസ്തു കഴിച്ച യാഗം കൊണ്ട് ഇനി ഒരു പുരോഹിതനും ഒരു യാഗത്തിനും ഇനി ഇവിടെ അവസരമില്ല, യാഗത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ ന്യായപ്രമാണത്തിൽ പുരോഹിതന്മാരെ നിയമിച്ചിരിക്കുന്നത് അത് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാ. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും എബ്രായ ലേഖനം 7:13 എന്താ പറയുന്നത്? അവിടെ പറയുന്നത്, ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിൽ ഉള്ളവനാകുന്നു. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു ലേവ്യ ഗോത്രത്തിൽ നിന്നുള്ളവനല്ല, യഹൂദാ ഗോത്രത്തിൽ നിന്നുള്ളവനാണ്. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അപ്പൊ പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ ദൈവം ആക്കുമ്പോൾ അവരെ കൊണ്ടുള്ള ദൈവത്തിന്റെ ലക്ഷ്യം യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എബ്രായ ലേഖനം തന്നെ 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നോക്കുക. അവിടെ പറയാം, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പൊ മനുഷ്യരിൽ നിന്ന് എടുക്കുന്ന ഏത് പുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അതിന്റെ 3-ാം വാക്യം, എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. നോക്കുക, ഇനി ഔവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. അപ്പൊ ദൈവം, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അപ്പൊ ഇന്നത്തെ പൗരോഹിത്യത്തിൽ എത്ര പേർ ഇപ്രകാരം ദൈവത്തിന്റെ ദൈവ നിയോഗത്താൽ പുരോഹിതന്മാരാകുന്നവരുണ്ട്. നാം ഈ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു മഹാപുരോഹിതന്റെ അവരോധനം നാം കണ്ടു. സിറിയയിൽ നടക്കുന്ന
ലെബനിൽ നടക്കുന്ന ഒരു പൗരോഹിത്യ വാഴ്ചയെ നാം കണ്ടു. ഇത് ആര് വിളിച്ചിട്ട് പുരോഹിതനാകുന്നവരാ? ഇപ്പൊ ഇവിടെ പറയാം, ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പൊ പുരോഹിതന്മാരെ നിയമിക്കുന്നത് എന്തിനു വേണ്ടിയാ? യാഗമർപ്പിക്കാനാ. അപ്പൊ യാഗം ആവശ്യമില്ല എങ്കിൽ പിന്നെ പുരോഹിതന്റെ ആവശ്യം എന്താ? 8-ാം അധ്യായം 3-ാം വാക്യം പറയാം, ഏത് പുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു, ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. അപ്പൊ ക്രിസ്തുവിനും ഇപ്രകാരം ക്രിസ്തുവും ഒരു മഹാപുരോഹിതനായി തീരണമെങ്കിൽ അവൻ യാഗമർപ്പിക്കണം, ഇവനും വല്ലതും വേണം. അഹരോന്റെ പുരോഹിതന്മാർ യാഗമർപ്പിച്ചത് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം കൊണ്ടാണ്. എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല. ക്രിസ്തു സ്വന്തം യാഗം കൊണ്ടാണ് ഈ ബലി അർപ്പിക്കുന്നത്. അവിടെ പറയാം 10-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം പറയാം, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ നീ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് നൽകിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറഞ്ഞു. എന്നിട്ട് പറയാം, ആ ഇഷ്ടത്തിൽ അതിന്റെ 10-ാം വാക്യം, നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അവിടെ മറ്റൊരു യാഗത്തിന്റെ ആവശ്യമില്ല. അപ്പൊ യാഗം വേണം, നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് കുർബാന എന്ന യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്ന ഈ പുരോഹിത വർഗം, അവർ വേദപുസ്തകം എത്ര വർഷങ്ങൾ ഇവര് ബൈബിൾ തിയോളജിക്കൽ സെമിനാരികൾ പഠിച്ച് പുരോഹിതന്മാരാകുന്നതാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇവിടെ പുരോഹിത വർഗത്തിന്റെ നിലനിൽപ്പിന്, സമുദായത്തിന്റെ അല്ലെങ്കിൽ പള്ളികളുടെയൊക്കെ നിലനിൽപ്പിന്, വരുമാനത്തിന് ഇത് ആവശ്യമാണ്. അപ്പൊ 2 കാര്യം പറയുന്നു. ലേവ്യ പൗരോഹിത്യ പ്രകാരമാണെങ്കിൽ ഈ ഇപ്പോഴത്തെ പൗരോഹിത്യത്തിന് അടിസ്ഥാനമില്ല. കാരണം ലേവ്യ പൗരോഹിത്യം അത് മാറ്റപ്പെട്ടു കഴിഞ്ഞു, അത് നീക്കപ്പെട്ടു കഴിഞ്ഞു. അത് ക്രിസ്തു എന്ന മഹാപുരോഹിതൻ കാൽവരിയിൽ ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അങ്ങനെ ഒരു പൗരോഹിത്യത്തിന്റെ ആവശ്യമില്ല. ലേവ്യ പൗരോഹിത്യത്തിൽ നിന്നും, ലേവ്യ ഗോത്രത്തിൽ നിന്നും ഈ പൗരോഹിത്യം അവൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞ് യൂദാ ഗോത്രത്തിലുള്ള യേശുവിനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പൊ അപ്രകാരം ഒരു പൗരോഹിത്യത്തിന് ഇന്നത്തെ പുരോഹിതന്മാർ അവകാശികളോ പിന്തുടർച്ചക്കാരോ ആവുകയില്ല. പിന്നെ അവരാകാൻ സാധിക്കുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിനാണ്. ക്രിസ്തു അങ്ങനെ പുരോഹിതനെ നിയമിച്ചിട്ടില്ല. നമ്മൾ നോക്കുക, നമ്മളിപ്പോ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കുറെ പേര് അങ്ങ് ചെല്ലുക. അവിടെ ഗേറ്റിൽ അവിടുത്തെ സെക്യൂരിറ്റികൾ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, നിങ്ങൾ എവിടെ പോവുകയാണ്? ഞങ്ങൾ ഉപപ്രധാനമന്ത്രിമാരാണ്, ഞങ്ങൾ ഇവിടെ ഈ പ്രധാനമന്ത്രിയുടെ ഈ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് ഉപപ്രധാനമന്ത്രിമാരായിട്ടാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ ഉപപ്രധാനമന്ത്രി ആകണമെങ്കിൽ ഒരു പ്രധാനമന്ത്രി അവരെ നിയമിക്കണ്ടേ അപ്രകാരം? ഇല്ലാതെ അവർക്ക് സ്വയം അവരെടുക്കുന്നതാണോ? യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവർ സ്വയം, അഹരോനാകട്ടെ ക്രിസ്തു ആകട്ടെ, ഈ പൗരോഹിത്യം സ്വയം ഏറ്റെടുത്തതല്ല, ദൈവം അവർക്ക് നൽകിയതാ. ഇങ്ങനെ ഏത് പുരോഹിതരെയാ ദൈവം ഇപ്രകാരം വിളിച്ച് ഈ പൗരോഹിത്യം ഏൽപ്പിച്ചിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കുക. അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത വസ്തുത എന്ന് പറയുന്നത്, ഒരു പുരോഹിതൻ വേണ്ട എന്നുള്ളതിന്റെ കാര്യം, ഇനി ഇവിടെ ഒരു യാഗത്തിന് ബലിക്ക് ആവശ്യമില്ല, ബലിക്ക് ഇവിടെ ഇനി ഒരു സ്ഥാനമില്ല. ബലിയില്ലാത്തിടത്ത് പുരോഹിതന്റെ ആവശ്യമില്ല. പുരോഹിതൻ ബലി അർപ്പിക്കാനുള്ളവനാണ്. ദൈവകാര്യങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നവനാവൻ. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ പൗരോഹിത്യത്തിന് അടിസ്ഥാനമില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇനി യേശു ഇങ്ങനെ പുരോഹിതന്മാരെ നിയമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, യേശു എങ്ങനെയാ നമുക്ക് വേദപുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നാം കൊരിന്ത്യലേഖനം
1 കൊരിന്ത്യർ 12-ാം അധ്യായം 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഇങ്ങനെയാ പറയുന്നു. 1 കൊരിന്ത്യർ 12:27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലനവരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എന്നാൽ എല്ലാവരും അപ്പോസ്തലന്മാരോ? അപ്പൊ എന്താ ഇവിടെ ചെയ്തത്? പരിശുദ്ധാത്മാവ് ആ സഭയിൽ നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിയോഗിച്ചിരിക്കുന്നത് അപ്പോസ്തലത്വത്തിന്റെ വേല ചെയ്യാൻ, പ്രവാചകത്വത്തിന്റെ വേല ചെയ്യാൻ. നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി ഓരോരുത്തരെ നിയമിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല അവിടെ പുരോഹിതരെ നിയമിച്ചിരിക്കുന്നു എന്ന്? നമ്മളിനി എഫേസ്യ ലേഖനത്തിലേക്ക് നോക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളെയാണ് നാം കാണുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ള അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ കന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവല്ലോ. അങ്ങനെ ആയിരുന്നവരെ എന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക്, 4:11 നിങ്ങൾ നോക്കാം. എഫേസ്യ ലേഖനം 4:11 അവിടെ പറയുക, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. എങ്ങനെയാ നിയമിച്ചിരിക്കുന്നത്? ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ ഇടയന്മാരായും നിയമിച്ച് സുവിശേഷകന്മാരായും നിയമിച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ പറയുക 7-ാം വാക്യത്തിൽ 4-ന്റെ, നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചു. അപ്പൊ എന്നിട്ട് വീണ്ടും പറയാ, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ആ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള പരിഭാഷ അത്ര ശരിയല്ല. അവൻ ബദ്ധതയെ ബന്ധനത്തിലാക്കി എന്നാ വേണ്ടത്. ഈ ക്യാപ്റ്റിവിറ്റി ഇൻറ്റു ക്യാപ്റ്റീവ് എന്ന. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? അപ്പൊ എന്നിട്ട് ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിനും മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവായി പറഞ്ഞത്. ഈ പറഞ്ഞ ഇതൊന്നും വലിയ സ്ഥാനമാനങ്ങളൊന്നുമല്ല. നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിന്റെ ദാനം, കൃപ. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹിസ് ഗിഫ്റ്റ്സ് വെയർ ദാറ്റ് സം ഷുഡ് ബി അപ്പോസ്റ്റൽസ് എന്നാണ്. ഹിസ് ഗിഫ്റ്റ്സ് വെയർ, അവന്റെ ദാനം എന്ന് പറയുന്നത് ചിലര് അപ്പോസ്തലന്മാരായിരിക്കുക, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ വേലകൾ ചെയ്യുക, ഉപദേഷ്ടാക്കന്മാരായിരിക്കുക, ഇതാ പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നില്ല? ഇവിടെ ഒന്നും ക്രിസ്തു പുരോഹിതന്മാരെ നിയമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി ഫിലിപ്പ്യ ലേഖനത്തില് നമുക്ക് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിലേക്കാ പറയുന്നത്. എന്താ പറയുന്നത്? പൗലോസ് വിശേഷിപ്പിക്കുന്ന ഫിലിപ്പ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളിലേക്കാണ്. ക്രിസ്തുവേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പയിൽ ക്രിസ്തുവേശുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. ആരാ? ക്രിസ്തുവേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. ഇവിടെ പൗലോസ് തിമോത്തിയോസിനെയും തന്നെയും വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ദാസന്മാരെന്നാണ്. അങ്ങനെ ഫിലിപ്പയിൽ ക്രിസ്തുവേശുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും
ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. അപ്പൊ നോക്കുക, ഇവിടെയൊക്കെ എന്താ വിശേഷണങ്ങൾ, എന്താ കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഇവിടെ ഒന്നും ഒരു പുരോഹിതൻ എന്നുള്ള പദവി, ആ ഒരു സ്ഥാനം ക്രിസ്തു ആർക്കും നിയമിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ക്രിസ്തു നിയമിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സ്വയം ഇപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ ഉപപ്രധാനമന്ത്രിയാണ്, ഞങ്ങൾ എല്ലാവരും ഉപപ്രധാനമന്ത്രിമാരാണെന്ന് പറഞ്ഞിട്ട് കുറെ പേര് അവിടെ ചെന്നാൽ അവർ അംഗീകരിക്കും? അവിടെ ഉപപ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കുന്ന ഒന്നാണോ? അപ്പൊ ഈ ചിലരെ അധ്യക്ഷന്മാരായിട്ട് നാം നോക്കുക. അധ്യക്ഷൻ എന്നുള്ളതിന് ഇന്നത്തെ ബിഷപ്പ് എന്നുള്ള പദം ഉപയോഗിക്കുന്ന, ഇന്ന് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ അപാര പദവിയായിട്ടാണ് നാം കാണുന്നത്. ബിഷപ്പ്, അധ്യക്ഷൻ എന്നുള്ള പദമാ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പിസ്കോപ്പോസ് അതിന്റെ മൂലത്തിൽ കിടക്കുന്നത്. ഇനി മൂപ്പന്മാരായി ചില നിയമിച്ചു. യാക്കോബ് പറയുന്നുണ്ട്, ഒരുവൻ ദീനമായി കിടന്നാൽ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, എൽഡേഴ്സ് എന്നുള്ളതാ. അടുത്തത് ശുശ്രൂഷകന്മാർ, ഡീക്കൻസ് എന്നാണ്. നമ്മുടെ പുരോഹിതന്മാരുടെ ഇടയിലുള്ള കുറെ പദവികളൊക്കെയല്ലേ ഇത്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള അവസ്ഥയുള്ളൂ. ഇത് ആദിമ സഭയിൽ ഉണ്ടായിരുന്ന അനുഭവം ഇതാ. അവര് ഏത് പ്രത്യേക വസ്ത്രത്തിലാ ഈ വേല ചെയ്തിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ അടുത്ത ഉള്ളതാണ് ഒന്ന് പുരോഹിതൻ എന്നുള്ളത്. ഈ പുരോഹിതൻ എന്നുള്ള പ്രയോഗം അത് വന്നിരിക്കുന്നത് AD 70 ശേഷമേ വന്നിട്ടുള്ളൂ. വേദപുസ്തകത്തിൽ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടി. സഭയിൽ കടന്നു വന്ന ഒരു അധികാരത്തിന് വേണ്ടി, അധികാരം സ്ഥാപിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ സുന്നകദോസുകളിൽ കണ്ടെത്തിയ മാർഗങ്ങളൊക്കെയാ ഇത്. അതാ നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്രകാരം ബിഷപ്പ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു വിലമതിക്കാനാകാത്ത ഒരു സ്ഥാനമാണിത് എന്ന്. പിന്നെ എന്താ വിളിക്കുന്നത്? തിരുമേനി, ഇല്ലേ? നമ്മളെ മലയാളത്തിലാണെങ്കിൽ എന്ന് പറയും തിരുമേനി. പിന്നെ അത്യുന്നത കർദിനാൾ എന്ന് വിളിക്കും ചിലരെയൊക്കെ. പിന്നെ ഹിസ് എക്സലൻസി എന്ന് വിളിക്കും. റവറന്റ്, വെരി റവറന്റ്. ഇതൊക്കെയാ ഇവർക്ക് ലഭിക്കുന്ന, ഇവര് സ്വീകരിക്കുന്ന നാമങ്ങൾ. ഇപ്പൊ എന്താ ഈ നാമങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ ഈ റവറന്റ് എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോക്കുക. നമ്മള് 111 സങ്കീർത്തനത്തിലെ ഒരു വാക്യം നമ്മൾ നോക്കണം. 111 സങ്കീർത്തനത്തിന്റെ 10 വാക്യം ഇങ്ങനെയാ പറയുന്നത്: അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പയച്ചു, തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. അവിടെ റവറന്റ് എന്നാ ഉപയോഗിക്കുന്നത്. അപ്പൊ ആരെയാ ഈ റവറന്റ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയുള്ള ആ ഒരു വിശുദ്ധവും ഭയങ്കരവുമായിരിക്കുന്ന നാമത്തിനുടമയായിരിക്കുന്നത് യഹോവയാ. ആ പദവി സ്വയം സ്വീകരിക്കാൻ തക്കവണ്ണം ഇവരത് സ്വീകരിച്ച് ഇങ്ങനെ തങ്ങളുടെ ആ പേരിന്റെ കൂടെ ഇത് ചേർത്ത് നടക്കുമ്പോൾ നമുക്ക് ജ്ഞാനപ്പാനയിൽ പൂന്താനം പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അവിടെ എങ്ങനെ പറയുന്നുണ്ട്, അതാ ഈ സുഗന്ധം ചുമക്കുന്ന, അല്ലെങ്കിൽ ഒരു കഴുത, ചന്ദനം ചുമക്കുന്ന ഒരു കഴുത. ആ കഴുതയ്ക്ക് അറിയില്ല ഈ ചന്ദനത്തിന്റെ മൂല്യം എന്താണ്, അതിന്റെ വാസന എന്താണ് എന്ന്, അതിന്റെ വില എന്താണ് എന്നുള്ളത് ഈ കഴുത അറിയുന്നില്ല, ഗർദഭം അറിയുന്നില്ല എന്ന പൂന്താനം പറയുന്നത്. അപ്പൊ തന്റെ മുകളിലിരിക്കുന്ന, താൻ ചുമക്കുന്ന ആ വസ്തുവിന്റെ സൗരഭ്യമോ അതിന്റെ സൗന്ദര്യമോ അതിന്റെ വിലയോ എന്തെന്ന് മനസ്സിലാക്കാതെയാ ഇന്ന് അനേകായിരങ്ങൾ ഇങ്ങനെ പൗരോഹിത്യ വേഷം ഇട്ടുകൊണ്ട് പുരോഹിതന്റെ വിവിധങ്ങളായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ പുരോഹിതന്മാർ ഈ ലോകത്തിൽ അവര് ഈ സഭാംഗങ്ങളെ, സഭാവിശ്വാസികളെ മുഴുവൻ അന്ധരാക്കിക്കൊണ്ട് നീങ്ങുന്നതാണ്. ഉള്ളവരെ ഇങ്ങനെയുള്ള ആ പൗരോഹിത്യം. ഇനി നാം ഒന്ന് നോക്കുക, ക്രിസ്തു നൽകുന്ന ഉപദേശങ്ങൾ എന്താ? ഇതുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ക്രിസ്തു പറഞ്ഞു, നാം ഈ മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു എന്താ പറയുന്നേ? 23 അധ്യായത്തിൽ പറയാം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടതെന്താ? നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇതിലൊക്കെ നിങ്ങൾ
പതാരം കൊടുക്കും. എന്നാൽ ന്യായം, കരുണ, വിശ്വസ്തത, ദയ ഇങ്ങനെയുള്ള വസ്തുതകൾ നിങ്ങൾ ത്യജിച്ചു കളയും. ശേഷം ഇപ്പൊ ഞാൻ കുറെ പേരുകളെ കുറിച്ച് പറഞ്ഞു. ക്രിസ്തു എന്താ പറയുന്നത്? ക്രിസ്തു ഈ മത്തായി 23 തന്നെ പറയുക, അങ്ങാടിയിൽ വന്ദനവും മനുഷ്യൻ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. നിങ്ങളോ റബി എന്ന് പേരെടുക്കരുതേ, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതേ, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥൻ തന്നെ. നോക്കുക, ഇവര് നാഴികയ്ക്ക് 40 വട്ടം അവര് ഘോഷിക്കും, ക്രിസ്തുവിനെ ഘോഷിക്കും, ക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കും, അതിൽ അഭിമാനിക്കും. പക്ഷേ ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു വചനത്തിന് അതിന്റെ ഒരു ശതമാനമെങ്കിലും വില കൊടുക്കാൻ ഈ ഇന്നത്തെ പുരോഹിത വർഗം തയ്യാറാണോ? നിങ്ങൾ റബി എന്ന് വിളിക്കരുത്, ഗുരു എന്ന് വിളിക്കരുത്. അടുത്തത്, നിങ്ങൾ ആരെയും ഭൂമിയിൽ പിതാവെന്ന് വിളിക്കരുത്. നമ്മൾ ആലോചിക്കുക, ലജ്ജയില്ലേ നമുക്ക്? ഇങ്ങനെയുള്ള ഈ പുരോഹിത ശ്രേഷ്ഠന്മാരെ അല്ലെങ്കിൽ പുരോഹിത വർഗത്തെയൊക്കെ പലരെയും എന്താ പിതാക്കന്മാർ, പരിശുദ്ധ പിതാവെന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കാൻ ഇവർക്ക് എങ്ങനെയാ സാധിക്കുന്നത്? തങ്ങൾ ആരുടെ പിതാവാ? അവർ ഭരിക്കുന്ന അല്ലെങ്കിൽ അവർ വാഴുന്ന ഈ ഇടവകയിലെ ഒരംഗത്തെങ്കിലും അവരെ വിശ്വാസത്തിലേക്ക്, ജീവനിലേക്ക് കൊണ്ടുവരാൻ, തങ്ങളുടെ വചനം വഴിക്ക് ജീവനിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവരെ പിതാക്കന്മാരെന്ന് വിളിക്കുക ലജ്ജയില്ലേ? സഭാപിതാക്കന്മാര് എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ നിർലജ്ജം ആ അഭിസംബോധനകളിൽ അഭിമാനം കൊള്ളുന്ന ഈ പുരോഹിത വർഗം, ഇവരെ കുറിച്ച് വളരെയേറെ പറയാനുണ്ട്. ഇപ്പൊ ഇന്ന് സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. അടുത്ത ദിവസം വീണ്ടും ഇതിന്റെ കുറേയേറെ ഭാഗങ്ങൾ ചിന്തിക്കാനുണ്ട്. എങ്ങനെ ആയിരിക്കണം ക്രിസ്തു, നാം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അവന്റെ ശരീരമാം സഭ അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ക്രിസ്തു നൽകുന്ന വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അത് നിങ്ങളുടെ പരിചിന്തനത്തെ അടുത്ത ദിവസം അത് കൊണ്ടുവരാം എന്ന് കരുതുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഈ അന്ധകാരത്തിന്റെ, ഈ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നും നിങ്ങൾക്ക് ദൈവവചനം വഴി നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവാനും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാനും തക്കവണ്ണം നിങ്ങൾക്ക് ദൈവം ഇട നൽകട്ടെ, കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്യങ്ങൾ ഇവിടെ നിന്ന് പര്യവസാനിപ്പിക്കുന്നു.